ഹായ് മക്കളെ, അവൻ്റെ മിസ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന പോലെ തന്നെ എന്താണ് പ്രോബ്ലം സൊല്യൂഷൻ അല്ലേ? നിങ്ങളുടെ പ്രോബ്ലം എന്താണ്? നമ്മൾ ആ ഒരു തമ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ മടിയല്ലേ? നമുക്ക് എന്ത് പഠിക്കുമ്പോൾ മനുഷ്യന്മാരാണ് സാധാരണ മടിയൊക്കെ ഉണ്ടാവും അല്ലേ? നമുക്കിപ്പോൾ പഠിക്കുമായാലും ചെയ്യുമായാലും അല്ലേ, എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുമായാലും ഒക്കെ നമുക്ക് മടി ഉണ്ടാവും അല്ലേ? ആ മടി എങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് സ്റ്റഡിനോട് അല്ലെ നമ്മളെ പഠനത്തിനോട് ബന്ധപ്പെടുത്തിയിട്ട് ആ മടി എങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ മിസ് പറയുന്നത്. അതായത് ഇനി മക്കൾ 8th അല്ലെങ്കിൽ 7th പോകുന്ന മക്കളായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കിപ്പം ടീച്ചേഴ്സൊക്കെ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ പ്രൊജക്റ്റൊക്കെ തരാറില്ലേ അല്ലേ? അതിനിപ്പോൾ നമ്മൾ എന്താണ് ഒരു ഡെഡ് ലൈന് പറഞ്ഞു. അതായത് ഇപ്പം March 10 അല്ലേ? വേണ്ട, നമുക്ക് March 31 ഈ ഒരു അസൈൻമെന്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുമോ? നമ്മളിപ്പോൾ ഇന്ന് ചെയ്യട്ടെ, എന്താ ചെറിയൊരു പണിയല്ലേ, ഇന്ന് ചെയ്തിട്ട് കഴിച്ചിട്ട് വെക്കാം അല്ലേ? ഇന്ന് ചെയ്തിട്ട് എന്താണ് ഇന്ന് കഴിച്ച് വേഗം ഒന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമ്മൾ ആരെങ്കിലും വിചാരിക്കോ? നിങ്ങളോ ഞാനോ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? March 31 നമ്മളെ ഡേറ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ 30 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളത് ചെയ്യാൻ വേണ്ടി തുടങ്ങുള്ളൂ അല്ലേ? ഇതാണ് നമ്മളല്ലേ, ഇതല്ലേ നമ്മൾ ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ? അതിൻ്റെ ആ ഒരു ശീലം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകും. എന്ത് കാര്യത്തിലായിക്കോട്ടെ, പഠനമായാലും എന്തായാലും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ശീലം മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു ലോ. നിങ്ങൾ ഈ ഒരു ലോ കേട്ടിട്ടുണ്ടോ? എന്താണ് പാർക്കിൻസൺസ് ലോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ആ ലോ അല്ലേ? നമ്മൾ ഒത്തിരി ലോസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർക്കിൻസൺസ് ലോ കേട്ടോ, അത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം ടീച്ചർ അല്ലെങ്കിൽ മിസ് എന്ത് ചെയ്തു, നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് തന്നു. അത് നമ്മൾ ഇതാ നോക്കിക്കോ, അത് നമ്മൾ ഒരു 31 കേട്ടോ, March 31 എന്ത് പറഞ്ഞു, നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, 30 ഇരുന്ന് എഴുതാൻ നിൽക്കുന്നതെങ്കിൽ 31 കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കൂലേ അല്ലേ? അപ്പം അത് മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു പാർക്കിൻസൺസ് ലോ. എന്താണെന്ന് പറയട്ടെ. അതായത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഡെഡ് ലൈന് സെറ്റ് ചെയ്യുക. ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് മിസ് ഇപ്പം March 31 എന്ന് പറഞ്ഞില്ലേ, അതായത് ഇന്നിപ്പോൾ എത്രയാണ് മാർച്ച്, ഇപ്പോൾ എത്രയെങ്കിലും ആവട്ടെ, ഇന്നൊരു ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക കേട്ടോ. ഇന്ന് ഒരു 5 ദിവസം അങ്ങോട്ടുള്ളൊരു ഡേറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇന്നിപ്പോൾ എക്സാമ്പിൾ ഇന്നിപ്പോൾ March 21 ആണെങ്കിൽ നിങ്ങൾ എന്ത് ഫിക്സ് ചെയ്യുക, ഒരു ഡേറ്റ് 25 ആകുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങളൊരു ഡെഡ് ലൈന് ഫിക്സ് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഫിക്സ് ചെയ്യുക അല്ലേ? നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേറെ ആരും വേണ്ട, നിങ്ങൾ തന്നെ മതി അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 25 ഒരു ഡെഡ് ലൈന് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ എടുത്ത തീരുമാനമായതുകൊണ്ട് ആ ഒരു ഡേറ്റിലേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളെ പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞാൽ. എന്താണെടാ, അതായത് നിങ്ങളെ പുറത്തുനിന്ന് ഒരാൾ കൺട്രോൾ ചെയ്യാനോ പുറത്തുനിന്നുള്ളവർ പറയാനോ ഒന്നും വേണ്ട അല്ലേ? ആരും സഹായം വേണ്ട അല്ലേ? നമ്മൾ തന്നെ നമ്മളെ വർക്ക് എന്ത് ചെയ്യും, നമ്മളൊരു ഡേറ്റ് സെറ്റ് ചെയ്യും, നമ്മൾ അതിനോട് അങ്ങ് എന്ത് ചെയ്യും, അതോടെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് പാർക്കിൻസൺസ് ലോ കേട്ടോ. നിങ്ങൾക്ക് ഏതൊരു എക്സാം, ഇപ്പം നിങ്ങൾക്ക് എന്താണ് March 10 ഒരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പം തൊട്ട് പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങൾ തീരുമാനിച്ചിട്ട് എടുക്കുന്ന ആ ഒരു തീരുമാനമല്ലേ ഒരിക്കലും ഫെയിലായി പോവില്ല. ഒരിക്കലും നല്ല ഒരു ഇൻട്രസ്റ്റോട് കൂടി പഠിക്കുന്ന ടൈമിൽ എന്താണ് മക്കളെ, നന്നായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും, നിങ്ങൾക്ക് നല്ല റിസൾട്ടും അതിൽ കിട്ടും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ എന്തെങ്കിലും ഒരു ഹോംവർക്കോ അല്ലെങ്കിൽ എന്ത് വർക്കോ ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വർക്ക് സെറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സ്റ്റഡീസിൽ ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിക്കാനും അതുപോലെ പഠനത്തോടുള്ള ഇൻട്രസ്റ്റ് കൂടാനും ഒക്കെ ഇത് സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മോർ വീഡിയോസിന് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ.